പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് ആണ് ആലപ്പുഴയിൽ കാണാൻ കഴിയുന്നത്. നെല്ലറയുടെ മണ്ണിൽ, കുട്ടനാടിന്റെ നാട്ടിൽ ഈ 70ാമത് നെഹ്റു ട്രോഫിയിൽ ആരാണ് മുത്തമിടുക, ആരാണ് ജലരാജാവ് ആവുക, ആരാണ് വേഗരാജാവുക, ആരാണ് മൈക്രോ സെക്കൻഡിൽ ഫിനിഷിംഗ് പോയിന്റ് കടന്നു പോവുക എന്ന കാത്തിരിപ്പാണ് ഏവരുമുള്ളത്. 19 ചുണ്ടൻ വള്ളങ്ങളടക്കം 74 വള്ളങ്ങൾ പെരുമയോടെ ഗരിമയോടെ പുന്നമടക്കായലിനെ കീറിമുറിച്ച് പായുകയാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളും പകർന്നു നൽകാൻ അക്ഷയയും അഞ്ജനയും ചേരുന്നുണ്ട്. അക്ഷയ, എങ്ങനെയാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു വൈബല്ലേ? തീർച്ചയായും പ്രജീഷ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈബ് തന്നെയാണ്. നേരത്തെ കണ്ടില്ലേ, ചുണ്ടൻ വള്ളങ്ങൾ അവർ ഓരോന്നായി ട്രാക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ട്രയൽ മത്സരത്തിനായി ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ആവേശം കണ്ടില്ലേ? കരിനാഗങ്ങൾ കണക്കെ അവർ ഓരോരുത്തരും ഇറങ്ങുമ്പോൾ ഇവിടെ ആലപ്പുഴയിൽ പുന്നമടക്കായലിന് ചുറ്റും ജനത്തിന്റെ ഇരമ്പലായിരുന്നു നമ്മൾ കേട്ടത്. ഏത് ക്ലബ്ബ്, ഏത് വള്ളം എന്ന് മനസ്സിലാകാത്ത വിധത്തിലുള്ള ആർത്തിരമ്പലും ആർപ്പുവിളികളുമായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതാണ് അഞ്ജന, അതായത് ഒരു കാലഘട്ടത്തിൽ കരിനാഗങ്ങൾ എന്നായിരുന്നു ഇവർ വിശേഷിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത് മാറുന്നു. കരിനാഗങ്ങളെല്ലാം പുതിയ പെയിന്റ് അടിച്ചിട്ടുണ്ട്, പുതിയ നിറങ്ങളാണ്. അങ്ങനെ UBCയും BBCയും BBCയും ഒക്കെ ATBCയും ഒക്കെ ഇറങ്ങുമ്പോൾ വന്നാവേശമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരാണ് ഓളപ്പടർപ്പിലൂടെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഈ 1 കിലോമീറ്ററിലധികം ദൂരം താണ്ടാൻ ഇവർക്ക് 4 മിനിറ്റ് മതി, 4-4.5 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് ആരായിരിക്കും ജലരാജാവ് എന്ന് നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ സാധിക്കും. എങ്കിലും ഇവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും അല്ലെ ഓരോ ഫാൻ ഗ്രൂപ്പ്. അല്ല, നമ്മൾ കേട്ടു, ആ ഫാൻ ഗ്രൂപ്പിന്റെ വിളികൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ ഒരു പേര് പറയുമ്പോഴും അവരുടെ ആവേശങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച നമ്മൾ കാണാൻ പോകുന്ന കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ലോകത്തെവിടെയും നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. പല ട്രാക്കുകൾ, പലതരത്തിലുള്ള മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കാഴ്ച അത് കണ്ണുകൊണ്ട് കാണുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ഈ വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ ഈ വള്ളങ്ങൾ ഇറങ്ങുമ്പോൾ ഇവിടെ ഇത്രമാത്രം ആവേശമാണെങ്കിൽ ഈ വള്ളങ്ങളുടെ ഹിറ്റ്സ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ, അതിന്റെ ഫൈനൽ അരങ്ങേറുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം. നമുക്ക് തന്നെ കയ്യിൽ കൺട്രോൾ പോണ്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതൊരു പൂരം എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു പൊടി പൂരമാണ്. ആ ആവേശമാണ് ഇവിടെ. നമുക്ക് പ്രതികരണങ്ങളിലേക്ക് പോകണല്ലേ? ആളുകളുടെ വൈബ് അറിയണമെന്ന് അഞ്ജനയ്ക്ക് ഭയങ്കര നിർബന്ധം. മോളെ ആര് ജയിക്കും? ആദ്യമായിട്ടാണ് വള്ളംകളി. ആര് ജയിക്കും? നോ ഡൗട്ട്. തൃശ്ശൂർ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കാരിച്ചാൽ തന്നെ ജയിക്കും, ഒരു ഡൗട്ടും ഇല്ല. ചെറിയൊരു സന്ദേഹം ഇല്ല, ഒരു സന്ദേഹവും ഇല്ല. നമ്മൾ എങ്ങനെയാണോ തൃശ്ശൂർ കിടന്നത് അതേപോലെ കാരിച്ചാൽ 1-1 വിജയത്തോടെ സെക്കൻഡല്ല മിനിറ്റുകൾക്ക് മുന്നിൽ ജയിച്ചിരിക്കും. ഇല്ല, അതൊക്കെ നിങ്ങളുടെ വ്യാമോഹമാണ്. നമ്മൾ കാരിച്ചാൽ അടിച്ച് പൊളിച്ചിരിക്കും. പള്ളാത്തുരുത്തിയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയി. കാരിച്ചാൽ വള്ളം ഇത്തവണ തരുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. ആ പള്ളാത്തുരുത്തി കാരിച്ചാലിലും വിജയത്തിലേക്ക് എത്തുമ്പോൾ അത് 2 റെക്കോർഡുകളായിരിക്കും. അവിടെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 5 തവണ തുടർച്ചയായി നെഹ്റു ട്രോഫി വള്ളംകളി കപ്പ് നേടുന്ന ക്ലബ്ബായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് മാറുന്നതായിരിക്കും. ഒപ്പം തന്നെ കാരിച്ചാൽ വിജയിക്കുകയാണെങ്കിൽ കാരിച്ചാൽ വീണ്ടും അവരുടെ റെക്കോർഡ് പുതുക്കിയെഴുതും. പുന്നമടക്കായലിൽ നിന്നും അങ്ങ് ദൂരേക്ക് പോവുക. ഏതായാലും ആരവവും ആവേശവും ഒക്കെ ഇവിടെ കൊഴുക്കുകയാണ്. ഇവിടെ വീണ്ടും കുറെ ടീമുകളുണ്ട്. ശരി, രണ്ടുപേരും അങ്ങനെ അടിച്ചു കയറി വരട്ടെ. എന്തായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആയിരിക്കുമോ തുടർച്ചയായ 5ാം തവണ ഈ മുത്തമിടുക നെഹ്റു ട്രോഫിയിൽ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതല്ല, കൈനഗരി വളരെ തലയെടുപ്പോടെ നിൽക്കുന്നു. പിന്നെ നമ്മൾ ആരെയും കുറച്ച് കാണിക്കാൻ കഴിയില്ല. കാരണം എല്ലാവരും അവരുടെ സ്വപ്നങ്ങൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നാളുകൾ നീണ്ട പരിശീലനങ്ങൾക്കൊടുവിൽ വരുന്ന ഒരുപാട് കരക്കാരുണ്ട്, ബോട്ട് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ തികഞ്ഞ ആവേശത്തിലാണ്. തലയെടുപ്പോടുകൂടി കൊമ്പന്മാരായി വരുന്നവരെയൊക്കെ ആരായിരിക്കാമെന്ന് നമുക്ക് കാത്തിരിക്കാം. ആ അതാണ് ഗരിമ, അതാണ് ആ സൗന്ദര്യം. അത് ആലപ്പുഴക്കാരുടെ മാത്രം സൗന്ദര്യമാണ് ഈ വള്ളംകളി എന്നുള്ളത്. അതാണ് ഈ ഓളപ്പരപ്പിന്റെ ഈ വർണ്ണ പകിട്ട്, മഴവിൽ അഴക് എന്ന് നമ്മൾ അനുനിമിഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.